മുഅ്മിനീങ്ങളെ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉമ്മത്തികളായ നമ്മൾ പുണ്യനബിയെ അനുകരിച്ചുകൊണ്ട് നല്ല സ്വഭാവത്തോടെയും നല്ല സംസാരത്തോടെയും നല്ല ചിന്തയോടുകൂടെയും ജീവിച്ച് നല്ലവരായി തീരേണ്ട ആളുകളാണ്. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദറത്തിൽ മലമ്പ്രദേശത്ത് താമസിക്കുന്ന ഒരു സഹാബി വര്യൻ വന്നു. എപ്പോഴും അദ്ദേഹം വരാറില്ല, ഇടക്കൊക്കെ മാത്രമേ വരാറുള്ളൂ. കുറേ സമയം സദസ്സിലിരുന്നതിന് ശേഷം പോകാൻ സമയമായപ്പോൾ അയാൾ എഴുന്നേറ്റ് നിന്ന് ഒരു ചോദ്യം ചോദിച്ചു. മദ്ദീനു യാ റസൂലല്ലാഹ് എന്നാണ് ചോദ്യം. അള്ളാഹുവിൻ്റെ റസൂലേ, ദീന് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇസ്ലാം ദീന് പറഞ്ഞാൽ എന്താണെന്നാണ് ചോദ്യത്തിൻ്റെ ഉദ്ദേശം. പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അദ്ദീനു ഹുസ്നുൽ ഖുലുഖി, ദീൻ എന്ന് പറഞ്ഞാൽ സൽ സ്വഭാവമാകുന്നു എന്ന് പറഞ്ഞു. അദ്ദേഹം കുറച്ച് ദീർഘമായ ഒരു മറുപടിയാണ് പ്രതീക്ഷിച്ചത്. പക്ഷേ മറുപടി ഒറ്റവാക്കിൽ ഒതുങ്ങിയപ്പോൾ അയാൾ പോയില്ല, അവിടെ തന്നെ ഇരുന്നു. അല്പസമയം കഴിഞ്ഞ് വീണ്ടും എഴുന്നേറ്റ് നിന്ന് ചോദ്യം ആവർത്തിച്ചു. മദ്ദീനു യാ റസൂലല്ലാഹ്, അള്ളാഹുവിൻ്റെ റസൂലേ, ദീൻ എന്ന് പറഞ്ഞാൽ എന്താണ്? പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഴയ മറുപടി തന്നെ പറഞ്ഞു, അദ്ദീനു ഹുസ്നുൽ ഖുലുഖ്, ദീൻ എന്നാൽ സൽസ്വഭാവമാകുന്നു എന്ന് പറഞ്ഞു. വീണ്ടും അവിടെ തന്നെ ഇരുന്നു. കുറേ സമയം കഴിഞ്ഞ് മൂന്നാം പ്രാവശ്യവും എഴുന്നേറ്റ് നിന്നുകൊണ്ട് ചോദ്യം ആവർത്തിച്ചു. മദ്ദീനു യാ റസൂലല്ലാഹ്, അല്ലാഹുവിൻ്റെ റസൂലേ, ദീൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അപ്പോഴും പറഞ്ഞു, അദ്ദീനു ഹുസ്നുൽ ഖുലുഖി, ദീൻ എന്നാൽ സൽസ്വഭാവമാണ്. ഇനി മറ്റൊരു മറുപടി കിട്ടൂല എന്ന് ഉറപ്പായപ്പോൾ അയാൾ പോകാൻ വേണ്ടി ഒരുങ്ങി. പോകുകയാണ് എന്ന് കണ്ടപ്പോൾ നബി തങ്ങൾ ഇങ്ങോട്ട് തന്നെ വിളിച്ചിട്ട് ചോദിച്ചു, വമാ ഹുസ്നുൽ ഖുലുഖി, സൽസ്വഭാവം എന്നാൽ എന്താണെന്ന് നിനക്കറിയുമോ എന്ന് ചോദിച്ചു. ദീനി എന്ന് പറഞ്ഞാൽ എന്താന്ന് ചോദിച്ചപ്പോൾ സൽസ്വഭാവം എന്ന് പറഞ്ഞു. 3 പ്രാവശ്യം ആവർത്തിച്ചു. അപ്പം മുമ്പ് പോവുകയാണ്. അപ്പോൾ വിളിച്ചിട്ട് സൽസ്വഭാവം എന്ന് പറഞ്ഞാൽ എന്താന്ന് മനസ്സിലായോ എന്ന് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു, അല്ലാഹു റസൂലുഹു അലം, അള്ളാഹുവിനും അവൻ്റെ റസൂലിനും അറിയാമെന്ന് പറഞ്ഞപ്പോൾ പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ലാ തഗ്ളബ് അഹദാ, നീ ആരോടും ദേഷ്യപ്പെടരുത് എന്നതാകുന്നു സൽസ്വഭാവം. ദേഷ്യം വരാതിരിക്കുന്നതിൻ്റെ പേരാണ് സൽസ്വഭാവം. സൽസ്വഭാവത്തിൽ ഏറ്റവും ഉന്നതനായ ആള് മുഹമ്മദ് നബിയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഭയങ്കരമായ സ്വഭാവത്തിൻ്റെ ഉടമയായിരുന്നു. അഷ്റഫുൽ ഖൽഖ് ത്വാഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അപൂർവമായി മാത്രം ദേഷ്യം വരാറുണ്ടായിരുന്നു. ദേഷ്യം വന്നാൽ നബിതങ്ങൾക്കും അറിയാം, നബിതങ്ങളെ കാണുന്നവർക്കും അറിയാം ഇപ്പോൾ എന്തിനാണ് ദേഷ്യം വന്നതെന്നും അത് ദേഷ്യം വരേണ്ട കാരണം തന്നെയായിരുന്നു എന്നും അറിയാം. ഒരാൾക്ക് ദേഷ്യം വരുമ്പോൾ അവനാന് മാത്രം മനസ്സിലായാൽ പോരാ എന്തിനാ ഇപ്പോൾ ദേഷ്യം വന്നതെന്ന്. അത് കണ്ടു നിൽക്കുന്ന ആൾക്കൂടി മനസ്സിലാവണം, ഇതൊരു ദേഷ്യം വരേണ്ട കാര്യം തന്നെയാണ്. അങ്ങനെ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവാറില്ല എന്നുള്ളതാണ്. സംസാരങ്ങൾ വിശുദ്ധമായ ആളാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. മനോഹരമായ സംസാരത്തിൻ്റെ ഉടമയാണ്. എല്ലാ കാര്യത്തിലും നമ്മൾ ഗൾഫ് പോയി എന്ന കുട്ടികൾ പറയും പോലെ മിഅയാണ് ഹബീബുന റസൂലുള്ളാഹി സല്ലല്ലാഹു. അതിന് സമ്പൂർണത എന്നാണ് പറയുക, അൽ ഇൻസാനുൽ കാമിൽ. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അൽ ഇൻസാനുൽ കാമിലാണ്, സമ്പൂർണ്ണ മനുഷ്യനാണ്. സാധാരണ ഒരാളോട് ഇടപഴകുന്നതിനനുസരിച്ച് അയാളുടെ മോശം സ്വഭാവം ബോധ്യപ്പെടലാണ് പതിവ്. എന്നാൽ നബിതങ്ങളോട് ഇടപഴകുന്നതിനനുസരിച്ച് പുണ്യനബിയുടെ സൽസ്വഭാവം ബോധ്യപ്പെടുക എന്നതാണ് പതിവ്. കൂടുതൽ സമയം ഒരാളോട് ഇടപഴകിയാൽ
അയാളുടെ സ്വഭാവത്തിൻ്റെ ന്യൂനതകളാണ് എല്ലാവർക്കും മനസ്സിലാവുക. ആ കരുതിയ മാതിരി അല്ലല്ലോ എന്ന് തോന്നും കുറേ സമയം ഇടപെട്ടാൽ. എന്നാൽ പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഓരോ പ്രാവശ്യം ഇടപെടുമ്പോഴും നബി തങ്ങളുടെ സ്വഭാവത്തിൻ്റെ കൂടുതൽ ഗുണങ്ങളെയായിരുന്നു സ്വഹാബത്തിന് മനസ്സിലായിരുന്നത്. എല്ലാ കാര്യങ്ങളും അങ്ങനെ തന്നെയാണ് ഹബീബുന സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെക്കുറിച്ച്. അതുകൊണ്ട് നന്നാവാനുള്ള ഏറ്റവും എളുപ്പവഴി പുണ്യനബിയെ അനുകരിക്കലാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു മനുഷ്യൻ്റെ ജീവിതത്തെ മാറ്റിമറിക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാം ഘടകം അവൻ്റെ ചിന്തകൾ മാറി വരലാണ് എന്നുള്ളതാണ്. ചിന്തകൾ മാറി വന്നാൽ സംസാരത്തിന് മാറ്റമുണ്ടാവും. സംസാരം മാറുന്നതിനനുസരിച്ച് സ്വഭാവത്തിന് മാറ്റമുണ്ടാവും. സ്വഭാവം മാറിയാലാണ് ആള് മാറുക എന്ന് നമ്മൾ പറയണത്. ഒരാളെ നമ്മൾ വിലയിരുത്തുന്നത് ആ ആളുടെ സ്വഭാവം നോക്കിയിട്ടാണ്. അപ്പോൾ സ്വഭാവം മാറിയാൽ ആൾ മാറും. അപ്പോൾ ഒരു മനുഷ്യൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ സാലിം വൈസി എന്ന് പറഞ്ഞാൽ സാലിം വൈസിയുടെ സ്വഭാവമാണ്. സാലിം വൈസിൻ്റെ സ്വഭാവം തീരുമാനിക്കുന്നത് സാലിം വൈസിൻ്റെ വർത്താനം എങ്ങനെയെന്ന് നോക്കിയിട്ടാണ്. സാലിം വൈസിൻ്റെ വർത്താനം തീരുമാനമാകുന്നത് സാലിം വൈസിയുടെ ചിന്ത എങ്ങനെയാണോ അതിനനുസരിച്ചാണ്. അപ്പം നല്ലതുപോലെ ചിന്തിക്കാൻ പറ്റിയാൽ നല്ല വർത്താനം ഉണ്ടാവും. നല്ല വർത്താനം ഉണ്ടായാൽ നല്ല സ്വഭാവം ഉണ്ടാവും. അപ്പോൾ ആൾ നന്നാവും. അപ്പോൾ അതുകൊണ്ട് ആദ്യം ചിന്ത മാറണം. ഹബീബുന സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബത്തിൽ ഉണ്ടാക്കിയിട്ടുള്ള മാറ്റങ്ങൾ ചിന്താപരമായ മാറ്റമാകുന്നു. ചിന്താപരമായ മാറ്റമാണ് ഉണ്ടാക്കിയത്. 10 ആളോട് സ്വർഗ്ഗമുണ്ട് എന്ന് നബി തങ്ങൾ പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം. അബൂബക്കറും ഫിൽ ജന്ന, ഉമറും ഫിൽ ജന്ന, ഉസ്മാനും ഫിൽ ജന്ന, അലിയും ഫിൽ ജന്ന, വബിത്വൽഹത്തിൻ സുമ്മ الزുബൈരി വസഅദിഹിം വസഈദിഹിം ദിൽ മജ്ദി വൽ ആലാഇ വബിബ്നി ഔഫിൻ മൻ സമാ ഫൽഅകല്ലുല വഅബി ഉബൈദത സയ്യിദിൽ ഉമനാഇ. 10 ആളുകളോട് സ്വർഗ്ഗമുണ്ട് എന്ന് മുത്തുനബി പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ 10 ആൾക്കാരെ പരിശോധിച്ചാൽ ഈ 10 ആളാണ് സഹാബത്തിൻ്റെ കൂട്ടത്തിൽ ഏറ്റവും ഉന്നതമായ സ്വഭാവം ഉണ്ടായിരുന്ന ആളുകൾ എന്ന് കാണും. ഇതിലെ ആദ്യത്തെ 4 ആൾക്കാർ അൽ ഖുലഫാഉർ റാഷിദൂൻ എന്ന 4 ആൾക്കാർ കഴിഞ്ഞാൽ ബാക്കിയുള്ള 6 പേരും സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മുഖേന ഇസ്ലാമിലേക്ക് വന്ന ആൾക്കാരാണ്. 10 നിന്ന് 4 ഖലീഫമാരായ അബൂബക്കർ സിദ്ദീഖ്, ഉമർ ഇബ്നുൽ ഖത്താബ്, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ, അലി ഇബ്നു അബി താലിബ് എന്നീ 4 ആൾ കഴിച്ച് ബാക്കി 6 പേരും ബഹുമാനപ്പെട്ട സയ്യിദുനാ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു മുഖേന ഇസ്ലാമിലേക്ക് കടന്നു വന്നിട്ടുള്ള ആളുകളാണ്. ഇതിൽ ലോകത്തെ ഏറ്റവും കൂടുതൽ, ഈ ഉമ്മത്തിലെ ഏറ്റവും കൂടുതൽ തഖ്വയുണ്ടായിരുന്ന മനുഷ്യൻ, പടച്ചോനെ പേടി ഉണ്ടായിരുന്ന മനുഷ്യൻ, ബേജാറുണ്ടായിരുന്ന മനുഷ്യൻ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ഒരിക്കൽ മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദീനത്തെ പള്ളിയിൽ ഇങ്ങനെ പ്രസംഗിക്കുകയാണ്. സഹാബത്തിനോട് ഇങ്ങനെ പറഞ്ഞു, സഹാബ, സ്വർഗാവകാശികളെ തിരിച്ചറിയുന്നതിന് ധാരാളം അടയാളങ്ങളുണ്ട് സഹാബ. സ്വർഗാവകാശികളുടെ അടയാളങ്ങൾ ഇങ്ങനെ എണ്ണി പറഞ്ഞു. ഇത് കേട്ടുകൊണ്ട് മദീനത്തെ പള്ളിയുടെ പുറത്ത് നിൽക്കുകയായിരുന്ന സയ്യിദുനാ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു വാതിലിൻ്റെ ഉള്ളിലൂടെ തല ഇങ്ങനെ ഇട്ടിട്ട് ചോദിച്ചു, നബിയെ, ആ അടയാളങ്ങളിൽ ഏതെങ്കിലും ഒന്ന് എന്നിൽ കാണാനുണ്ട് നബിയെ എന്ന് ചോദിച്ചപ്പോൾ അഷ്റഫുൽ ഖൽഖായ ത്വാഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അബൂബക്കർ സിദ്ദീഖേ, ആ മുഴുവൻ സ്വർഗാവകാശികളുടെ എല്ലാ അടയാളങ്ങളും നിങ്ങളിൽ കാണാനുണ്ട് സിദ്ദീഖേ. ഞാനിത് പറഞ്ഞത് അഥവാ സ്വർഗത്തിൽ പോകാതെ ഇരുന്നാലോ എന്ന പേടി ഏറ്റവും കൂടുതലുണ്ടായത് നിങ്ങൾക്ക് സ്വർഗമുണ്ടെന്ന് നബിതങ്ങൾ പല പ്രാവശ്യം ആവർത്തിച്ചു പറഞ്ഞിട്ടുള്ള സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനാണ്.
അത് കഴിഞ്ഞാൽ പിന്നെ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനാണ് ഏറ്റവും പേടിയുണ്ടായത്. മദീനയിലെ മുനാഫിക്കുകളുടെ പേരുകളെല്ലാം മുസ്തഫായ നബി തങ്ങൾ ഒരു സഹാബി വര്യന് പറഞ്ഞു കൊടുത്തിട്ടുണ്ടെന്ന് ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹു അൻഹു അറിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ അടുത്ത് ചെന്നിട്ട് ആ പേരുകളുടെ കൂട്ടത്തിൽ ഇൻ്റെ പേരുണ്ടോ എന്ന് ചോദിച്ച ആളാണ് സയ്യിദുനാ ഉമർ ബിൻ ഖത്താബ്. മിഅ്റാജിൻ്റെ രാത്രി ഞാൻ സ്വർഗം സന്ദർശിച്ച സന്ദർഭത്തിൽ സ്വർഗത്തിൽ ഒരു മണിമാളിക കണ്ടിട്ടുണ്ടെന്നും ആ മണിമാളികയുടെ മുൻവശത്ത് ഇത് ഉമറിൻ്റെ വീടാണെന്ന് എഴുതി വച്ചിട്ടുണ്ടെന്നും അള്ളാഹുവിൻ്റെ റസൂല് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടു പോലും മുനാഫിക്കറ്റായി പോകുമോ എന്ന പേടിയുണ്ടായിരുന്ന ആളാണ് ബഹുമാനപ്പെട്ട സയ്യിദുനാ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു. ഖിലാഫത്തിൻ്റെ കാലഘട്ടത്തിൽ നാട്ടിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടാവുകയും ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ കൊല ചെയ്യാൻ വേണ്ടി ശത്രുക്കൾ പദ്ധതി തയ്യാറാക്കുകയും മഹാനവറുകളുടെ വീട് വളഞ്ഞുകൊണ്ട് ആക്രമിക്കാൻ വേണ്ടി തുനിയുകയും ചെയ്തപ്പോൾ അലി റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള പ്രമുഖരായ സ്വഹാബികൾ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ അടുക്കൽ ചെന്നുകൊണ്ട് പറഞ്ഞു, ഉസ്മാനെ, ഈ വീടിൻ്റെ പിൻവശത്തു കൂടെ ഞങ്ങളൊരു വഴി ഒരുക്കിത്തരാം, നിങ്ങൾ ആ വഴിയിലൂടെ കടന്ന് മക്കയിൽ പോയിക്കൊണ്ട് ജീവിക്കണമെന്ന് പറഞ്ഞപ്പോൾ മദീനയിൽ നിന്ന് മക്കയിലേക്ക് പോകുന്ന ഒരാളെക്കുറിച്ച് മുസ്തഫായ നബി തങ്ങൾ നേരത്തെ തന്നെ ഭയപ്പെടുത്തി അറിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അയാൾ ഞാനായി പോകുമോ എന്നെനിക്ക് പേടിയാണ്, ഞാനൊരിക്കലും മക്കയിലേക്ക് മടങ്ങിപ്പോകൂല എന്ന് പറഞ്ഞു സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ. സ്വർഗമുണ്ട് എന്ന് അള്ളാഹുവിൻ്റെ റസൂല് ഉറപ്പ് പറഞ്ഞ ആള്. അപ്പം അവർക്ക് യഥാർത്ഥത്തിൽ സ്വർഗാവകാശികളാവാനുള്ള സാധ്യത വളരെ കൂടുതലായിരിക്കുമ്പോൾ പോലും വലിയ തഖ്വയുടെയും ഈമാനിൻ്റെയും ഖൗഫിൻ്റെയും ആളുകളായി മാറുകയാണ് ചെയ്തത് എന്ന് കാണാം. നമ്മൾ യഥാർത്ഥത്തിൽ നമ്മൾ സ്വർഗത്തിലാണ് എന്ന് തീരുമാനിക്കാൻ ആവശ്യമായ കുറേ അടയാളങ്ങളെ കണ്ടെത്തുകയും മറ്റുള്ളവർ നരകത്തിലാണ് എന്ന അനുമാനത്തിൽ എത്തിച്ചേരുകയും ചെയ്യുന്നൊരവസ്ഥയിലാണ്. അപ്പം നമ്മൾ വെറുതെ ഇരുന്നിട്ട് ഇങ്ങനെ ആലോചിക്കുകയാണ്, അസറസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് ചായ കുടിച്ചിട്ട് ഇങ്ങനെ ഇരുന്ന് ആലോചിക്കുകയാണ്, ഓരോരുത്തരെ പറ്റിയിട്ട് ഇങ്ങനെ ആലോചിച്ചാൽ നമുക്ക് എല്ലാവരും നരകത്തിലാണെന്നാണ് കിട്ടുക. ഓരോ ആൾക്കാരെ പേര് അബ്ദുറഹ്മാൻ ഓന് ഗീബത്ത് പറയല പണി, ഓൻ നരകത്തിലേക്കാരം. മഹമുട്ടി പലിശക്ക് പൈസ കൊടുക്കണ ഓൻ എന്തായാലും നരകത്തിലേക്കാരം. കുഞ്ഞായ്മദിനെ പറ്റി പറയാനില്ല, ഓൻ്റെ കാര്യം എടുക്കാനില്ല. അങ്ങനെ ഓരോരുത്തരെ പറ്റിയിട്ട് ഇങ്ങനെ ആലോചിച്ചാൽ എല്ലാവരും നരകത്തിലാന്ന് കിട്ടും. സ്വർഗത്തിലാകെ ഒരാളെ നമുക്ക് കിട്ടുക, നമ്മളെ പേരേക്കാരം കിട്ടുക. ഞാൻ ഇപ്പോൾ വലിയൊരു കുഴപ്പമില്ലാതെ സ്വർഗത്തിൽ, ബാക്കിയുള്ളവരൊക്കെ നരകത്തിൽ നിന്നാണ് കിട്ടുക. സഹാബത്ത് നേരെ തിരിച്ചാണ്. അവർക്ക് എന്താ വെച്ചാൽ എല്ലാവരും സ്വർഗത്ത് പോകും, പഠിച്ചവൻ എൻ്റെ കാര്യം കട്ട പോകുമെന്നാണ് ആലോചിച്ചത്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വരെ അങ്ങനെ ആലോചിച്ചെന്ന്. എത്ര തവണ നബി തങ്ങളോട് ചോദിച്ചിട്ടുണ്ട്, അബൂബക്കർ എവിടെ ഇരിക്കുന്നു? അള്ളാഹിൻ്റെ റസൂലേ, സ്വർഗത്തിന് 8 വാതിലുകളല്ലേ ഉള്ളത്? സ്വർഗത്തിന് 8 വാതിലല്ലേ ഉള്ളത്? ആ 8 വാതിലിലൂടെയും കടക്കാൻ അനുമതിയുള്ള ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചു. 8 വാതിൽ കൂടിയും കടക്കാനുള്ള അനുമതിയുള്ള ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ ഹബീബുനാ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അബൂബക്കർ സിദ്ദീഖേ, 8 വാതിലിലൂടെയും കടക്കാൻ അനുമതിയുള്ള ഒരാൾ നിങ്ങൾ തന്നെയാകുന്നു എന്ന് പറഞ്ഞു പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. എത്ര തവണ ചോദിക്കണത്? സയ്യിദുനാ ഉമർ ബിനുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഒരിക്കൽ ഒരു മരത്തിൻ്റെ ചില്ല മുറിച്ചെടുത്ത് അതിലേക്ക് നോക്കിയിട്ട് പറഞ്ഞു, അത്രേ മരക്കൊമ്പേ, ഈ ഉമർ നിന്നെ പോലെ ആയിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. നിനക്ക് നാളെ എൻ്റെ കോടതിയിൽ ഹിസാബിനെ നേരിടേണ്ടി വരില്ലല്ലോ. സാധുവായ ഉമറിന് ഹിസാബിനെ നേരിടേണ്ടതുണ്ടല്ലോ. അവരുടെ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ മാറുക എന്നുള്ളതാണ് സ്വഭാവം മാറുക, ചിന്ത മാറുക എന്ന് പറഞ്ഞ്. ചിന്ത മാറുക എന്ന് പറഞ്ഞാൽ അതാണ്. ഗീബത്ത് പറയുമ്പോൾ പോലും നമ്മൾ ചിന്തിക്കുന്നത് ഈ പറഞ്ഞൊന്നും ഗീബത്താവാൻ ഒരു സാധ്യതയില്ല എന്നാണ്. പിന്നെ പറഞ്ഞു കഴിഞ്ഞിട്ട് അവസാനം നമ്മൾ പറയും ഞാൻ ഗീബത്തൊന്നും പറഞ്ഞതല്ലട്ടോ എന്ന് പറയും. അല്ലെങ്കിൽ ആദ്യം പറയും ഞാൻ ഗീബത്ത് പറയല്ല എന്ന് പറഞ്ഞു കണ്ട് ഗീബത്താണ് പറയും.
രണ്ടുകൊണ്ടും ഈ പറഞ്ഞത് ഗീബത്ത് അല്ലാതാവില്ല. അവസാനം അല്ല എന്ന് പറഞ്ഞാലും ആവില്ല, ആദ്യം അല്ല എന്ന് പറഞ്ഞാലും ആവില്ല. നോണ പച്ച കളവ് പറയുമ്പോൾ ഒന്നുകിൽ ആദ്യം പറയും ഞാൻ നുണ പറയല്ലാന്ന്, അല്ലെങ്കിൽ അവസാനം പറയും ഞാൻ നുണ പറയല്ലാന്ന്. രണ്ടുകൊണ്ടും ആ പറഞ്ഞത് നുണയാവാതിരിക്കൂല. സത്യം പറയൽ നിർബന്ധമില്ല എന്നാണ്, കളവ് പറയാതിരിക്കലാണ് ഏറ്റവും നിർബന്ധമുള്ളത്. എല്ലാ സത്യം പറയണമെന്ന്, ചില സത്യങ്ങൾ പറയാതിരിക്കാനുള്ളതായിരിക്കും, ചില സത്യം പറയാതിരിക്കാനുള്ളതാണ്. എല്ലാ സത്യവും പറയേണ്ടതില്ല. എന്നാൽ കളവ് ഒരിക്കലും പറയാൻ പാടില്ല, കളവാകാൻ സാധ്യതയുള്ളതും പറയാൻ പാടില്ല, കേട്ടതെല്ലാം പറഞ്ഞു നടക്കാൻ പാടില്ല. കേട്ടതൊക്കെ പറഞ്ഞു നടക്കുന്നവൻ്റെ പേര് കള്ളന്മാരെ ലിസ്റ്റിലായിരിക്കും ഉണ്ടായിരിക്കുക എന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിരിക്കുന്നു. ഒരു മനുഷ്യൻ്റെ പേര് കള്ളന്മാരെ ലിസ്റ്റിൽ വരാൻ അവൻ കേട്ടതൊക്കെ പറഞ്ഞു നടന്നാൽ മതി എന്ന് ഹബീബ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. 63 കൊല്ലം മുസ്തഫായ നബി തങ്ങൾ സംസാരിച്ചിട്ട് മറ്റൊരാളെ വേദനിപ്പിക്കുന്ന ഒരു സംസാരം ഉണ്ടായില്ല എന്നാണ്. മറ്റൊരു മനുഷ്യനെ വേർത്താനുണ്ടായില്ല, ഒരു പ്രവർത്തനം ഉണ്ടായില്ല, ഒന്നും ഉണ്ടായില്ല. ഒരിക്കൽ നബിയും സഹാബത്തും പള്ളിയിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. കുറേ സഹാബികളുണ്ട്. കൂട്ടത്തിൽ ഒരാൾക്ക് അത്യാവശ്യം എന്തോ ഒരു കാര്യത്തിന് വീട്ടിലേക്ക് പോകേണ്ടി വന്നു. അപ്പം അയാൾ വീട്ടിലേക്ക് വേഗം എഴുന്നേറ്റ് ഇങ്ങനെ പോവാണ്. പോണ സമയത്ത് ചെരുപ്പ് എടുക്കാൻ മറന്നു. അന്ന് വ്യാപകമായി ചെരുപ്പ് ഉപയോഗിക്കുന്ന പതിവില്ല. യാത്രകൾ, വലിയ യാത്രകളൊക്കെ ഉണ്ടെങ്കിൽ ചെരുപ്പ് ഉപയോഗിക്കും. അത് ഹുഫകളാണ് അധികം ഉപയോഗിക്കുക. തോല് കൊണ്ടുണ്ടാക്കിയ ഉള്ളിലേക്ക് വെള്ളം ചേരാത്ത ഒരു പ്രത്യേകമായ സോക്സാണ് ഉപയോഗിക്കാറ്. അത് കാലം ഇട്ടാൽ പിന്നെ 2-3 ദിവസത്തിന് അയക്കൂല. അങ്ങനെ മണലിലൂടെയൊക്കെ യാത്ര ചെയ്യാനുള്ള സൗകര്യത്തിന് വേണ്ടി ധരിക്കാറുണ്ട്. ചെരുപ്പ് അധികം ധരിക്കൂല. അതുകൊണ്ടാണ് അവർ മറക്കണത്. അപ്പോൾ ഇന്നിപ്പോൾ നമ്മൾ ചെരുപ്പ് മറക്കുക എന്നുള്ളത് ആലോചിച്ചാൽ കിട്ടൂല. കാരണം ഇന്ന് നമ്മൾ ചെരുപ്പ് സാർവത്രികമായി ഉപയോഗിക്കുന്നതുകൊണ്ട്. അങ്ങനെ ഒരാൾ പെട്ടെന്നൊന്ന് വീട്ടിൽ പോവേണ്ടി വന്നപ്പോൾ ചെരുപ്പ് എടുക്കാൻ മറന്നുങ്ങാണ്ട് പോയി. ഇത് കൂട്ടുകാരനായ മറ്റൊരു സഹാബി വര്യൻ. അപ്പം അയാൾ ഇന്ന് ഒരു ചെരുപ്പ് എടുത്തുകൊണ്ട് കുറച്ച് അപ്പുറത്തേക്ക് മാറ്റി വെച്ചു. നമ്മളൊക്കെ കാട്ടുമ്പോഴത്തെ ഒരു പരിപാടി തന്നെ. ഒരു ചെരുപ്പ് എടുത്തുകൊണ്ട് ലേശം അപ്പുറത്തേക്ക്. വീട്ടിലെത്തിയപ്പോൾ മറന്നിട്ടുണ്ടല്ലോ എന്ന് ഓർമ്മ വന്നു. ഉടനെ അദ്ദേഹം ഇങ്ങോട്ട് തന്നെ മടങ്ങി വന്നിട്ട് ചെരുപ്പ് ഇങ്ങനെ തെരഞ്ഞു നോക്കുകയാണ്. അപ്പം ഇത് എടുത്തു വെച്ച ആൾ കണ്ടു. ഓടി ചെന്നിട്ട് എടുത്തു വെച്ച ചെരുപ്പ് വേഗം കൊണ്ടുപോയി കൊടുക്കുന്നത് മുത്തുനബി കണ്ടു സല്ലല്ലാഹു അലൈഹി വസല്ലം. മുഅ്മിനിനെ വിഷമിപ്പിക്കും ശരിയല്ല, അത് അല്പസമയം എങ്കിലും നന്നല്ല. ഒരു സെക്കൻഡ് സമയത്തേക്ക് പോലും മറ്റൊരു മനുഷ്യൻ നമ്മൾ കാരണം വിഷമിക്കാൻ പാടില്ല. ഇത് ഇസ്ലാമിൻ്റെ അടിസ്ഥാന തത്വമാണ്. അത് കുറച്ചേരല്ലുള്ളൂ എന്നല്ല, ഒരു സെക്കൻഡ് പോലും നമ്മൾ കാരണം വാക്ക് കൊണ്ടോ പ്രവൃത്തി കൊണ്ടോ നാം മറ്റൊരാൾ വിഷമിക്കാൻ പാടില്ല. നമ്മൾ എത്ര വിഷമം സഹിക്കേണ്ടി വന്നാലും ശരി. തിന്മയെ നന്മ കൊണ്ട് പ്രതിരോധം ഇസ്ലാമിൻ്റെ ബേസിക് ഫിലോസഫിയാണ്. തിന്മയെ നന്മ കൊണ്ട് പ്രതിരോധിക്കണം. മകളെ കല്യാണം പറഞ്ഞിട്ട് മകളെ കല്യാണത്തിന് പോകലാണ് തിന്മയെ നന്മ കൊണ്ട് പ്രതിരോധിക്കുക എന്ന് പറഞ്ഞാൽ. കാല് കേടെന്ന് ആശുപത്രി കിടന്നപ്പോൾ കാലിൻ്റെ വിരല് കേടെന്നിട്ട് ആശുപത്രി കിടക്കുമ്പോൾ പോകാൻ പറ്റലാണ് തിന്മയെ നന്മ കൊണ്ട് പ്രതിരോധിക്കുക എന്ന് പറഞ്ഞാൽ.